കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ ബ്ലോക്ക് കേരളോത്സവത്തിന് സമാപനം കുറിച്ചു. വിവിധ മത്സരങ്ങളിലായി 353 പോയിന്റുകൾ നേടി ആയവര പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ബ്ലോക്ക് കേരളോത്സവം സമാപിച്ചു. കല്ലോട്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങളോടെ ആരംഭിച്ച കേരളോത്സവം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന കലാമത്സരങ്ങളോടെയാണ് സമാപിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ചും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിലിടപെടുന്ന, അതിൽ മത്സരിക്കണം അല്ലെങ്കിൽ വിജയിക്കണം, ആ രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു വശമുണ്ട്. ഇനി സമൂഹത്തിൽ കാണുന്ന പല മോശം ഇടപാടുകളിലും അവരുണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കാര്യം നമ്മുടെ കയ്യിലുള്ള മൊബൈലാണ്. ഒരു പണിയില്ലാത്തവരാണ് അതിൽ ഫുൾ ടൈം കുത്തിയിരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് സമൂഹത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് ഇത്തരത്തിൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയമില്ല എന്നതുകൊണ്ടും കൂടുതൽ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പോസിറ്റീവായ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാണ് ഉതകുന്നത് എന്നതുകൊണ്ടും യുവജനങ്ങളെ പ്രത്യേകിച്ചും സ്കൂൾ തലം കഴിഞ്ഞിട്ടുള്ള അവരുടെ കഴിവുകൾക്ക് പോഷണം നൽകുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള കലാകായിക മേളകൾ ഉതകുമെന്നതുകൊണ്ടാണ് കേരളോത്സവം പോലെയുള്ള വലിയ മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ യുവജനക്ഷേമ ബോർഡുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് എന്ന് നമുക്കറിയാം. കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ 353 പോയിന്റുകൾ നേടി ആയവന ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. 124 പോയിന്റുകൾ നേടി ആവോലി പഞ്ചായത്ത് 2ാം സ്ഥാനവും 108 പോയിന്റുകൾ നേടി മാറാടി പഞ്ചായത്ത് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ്, വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ്, അംഗങ്ങളായ രമ രാമകൃഷ്ണൻ, സാറ മാജോൺ, സിബിൾ സാബു, GEO ജോസ് ടി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.